ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ കൊണ്ടുവരാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ആരാധകർ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ താഴെയും കൊണ്ടുവന്നിട്ട് നല്ല കമൻറ്റുകളായിരുന്നു കേട്ടോ. അതായത് അവരുടെ സംസ്കാരം എന്താണ് എന്നുള്ളത് എൻ്റെ ആ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ്റെ കിടിലൻ പെർഫോമൻസ് ആയിട്ടുള്ള ഓരോ വീഡിയോകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെകുത്താൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ലവൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. സത്യത്തിൽ ഈ ചെകുത്താൻ്റെ വീഡിയോ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ദേവന്മാർക്ക് പറ്റിയത് ദേവൻ തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ആ വൈറൽ വീഡിയോയും അതിൻ്റെ റിയാക്ഷനും ഒന്ന് കണ്ടാലാ. വാ. മോഹൻലാലിൻ്റെ ഡാൻസ് വന്നിട്ടുണ്ട്, വളരെ രസകരമായിട്ടുണ്ട്. കാണിക്കുന്നുണ്ടോ? ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും പറയുന്നത് സൂപ്പർ ഡാൻസ് ആണെന്നാണ് പറയുന്നത്. ഇതെന്തോ ഇത്? ഷൂ കാണാനില്ലാത്തൊരാൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റെപ്സ് എന്നുള്ളതിനപ്പുറത്തോട്ട് വലിയ ഇത് കാണുന്നേ ഓരോ സ്റ്റെപ്പ് കോമഡിയാടാ. ഇതിന്റെ അടുത്തത് ഇത് തന്നെ അടുത്ത നോക്കട്ടെ. തന്നെ തട്ടി പോന്നെ കുണ്ടിക്കൂടാണ് തീ പോയോ ഇവിടുന്ന്? അതാ സാധനം. ഇത് കണ്ടോ? ഇത് നോക്കി, ഇത് കണ്ടോ? കണ്ടോ നെഞ്ചത്ത് കെട്ടുമ്പോ അയ്യോ അത് എന്ത് പോയോ? കറങ്ങി അടുത്ത സ്റ്റെപ്പാ കറങ്ങിട്ടേ. പിന്നെ അടുത്ത സ്റ്റെപ്പ് 2 പെണ്ണുങ്ങൾ നടക്കുന്നിട്ട് കാണിക്കുന്നേ. ഇനി അടുത്തത് അത് തന്നെ. അയ്യോ കഷ്ടമുണ്ടാ. വേണ്ട അടുത്ത സ്റ്റെപ്പ് ഇതാ കിഴ സ്റ്റെപ്പ്. ഇതിനകത്ത് ഏറ്റവും സൂപ്പർ സ്റ്റെപ്പ് ഇതാ പറയുന്നേ. സൈലോട്ട് അടുത്ത വേറെ ഉണ്ട്. ഇതെന്തുവാ? എന്താ അറിയാ ഇങ്ങനെ സമ്മതിക്കണം കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അലിൻ ജോസ് ഇതിലും സൂപ്പറാ. അടുത്ത സ്റ്റെപ്പ് ഒരു പെണ്ണെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചേ. പിന്നെ ഭയങ്കര എക്സ്പ്രഷനാ. പിന്നെ അടുത്ത സാധനം ഇത് ഞാൻ അറിയാലോ, ഓടിച്ചു വല്ലൊരു തെറ്റിദ്ധരിക്കും. പിന്നെ അടുത്ത സാധനം ഇല്ലുമിനാറ്റി. അടുത്തത് അന്യ സാധനം വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഉണ്ടേ. കണ്ടോ കണ്ടോ? അതിനകത്ത് വെറൈറ്റി ഉണ്ട്. നിങ്ങൾക്ക് മുദ്ര മനസ്സിലായെന്ന് ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞല്ല. ഇതിങ്ങനെ ഇട്ടിട്ടേ തിരിച്ചു വെക്കുമ്പോ ഇതിനകത്ത് ഏത് മുദ്ര മനസ്സിലായി. ചേഞ്ച് വേണം പോലും, ചേഞ്ച്. ഇത് ഡാൻസ് മാസ്റ്റർ വിക്രത്തിനേക്കാളും കൂടിയാണെന്ന് ഐറ്റം കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായി. വിഗ്ഗൊക്കെ കണ്ടോടെ നീച്ച വിഗ്ഗാണ് പുള്ളിയെ ആണെന്ന് തോന്നുന്നു. ഒട്ടിച്ചേക്കാണെന്ന് ഡൗട്ട് ഉണ്ട്. ഓ ഈ ഭാവവും ഇത് ചെയ്യുമ്പോൾ ഉള്ളൊരു മുഖഭാവം ഒക്കെ ഉണ്ട്. ഈ ഒരു സാധനം വന്നു എല്ലാത്തിനകത്തും ഉണ്ടോ കുറെ. ഇത് വേണേ. ഓല്ലേ ഇതല്ല, സോറി. അത് വേണേ. കണ്ടോ? ഇത് നമ്മൾ നേരത്തെ കണ്ടത്. ഇതും കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇടും മാസ്. അതുണ്ടോ? മൈക്കിൾ ജാക്സൺ ചെയ്യൂടാ ഇങ്ങനെ. മൈക്കിൾ ജാക്സൺ കൊണ്ട് പറ്റുമോ ഇങ്ങനെ? അയ്യോ ഭയങ്കര. വേറെ ഉണ്ട് കുറെ എണ്ണം വന്നേക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചേ. ഇത് അലിൻ ജോസ് ഡാൻസ് കളിക്കുന്ന ഒരു സീനാ. അലിൻ ജോസിനെ കൊണ്ട് നിർത്തിയാൽ അവന് ഇതൊരു വേഷമൊക്കെ എടുത്തിട്ട് സ്റ്റേജിൽ നിർത്തിയാൽ ഇങ്ങനത്തെ ഡാൻസ് അവൻ ഇവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നേ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം അവൻ ഇന്റർവ്യൂ അടക്കം ഡാൻസ് ആണേലും ഇവൻ എന്ത് ചെയ്താലും ഇവര് ഇതാ ചെയ്യുന്നേ. അതെ ഓമ്പാ സെയിം സാധനം. ഇനി മോഹൻലാൽ ഇനി കല്യാണ വീടുകളിൽ ചെന്ന് ഈ കല്യാണത്തിന് അലിൻ ജോസ് ടൈഗർ പെരേര ഡാൻസ് കളിക്കുന്നവരെ കളിക്കും. അങ്ങനെ ഇപ്പൊ സ്റ്റേജിലൊക്കെ ഇരുന്ന് കാണിക്കുന്ന അതാ. ഇപ്പൊ അലിൻ ജോസിനൊക്കെ പണി പോകൂടെ പാവങ്ങള്. ഇയാൾക്കാണ് കൂടുതൽ കാശ് കൊടുത്ത ആൾക്കാർ വിളിക്കുകയും ചെയ്യും. മനസ്സിലായോ? സെയിം പരിപാടി തന്നെ, പക്ഷെ കുറച്ച് കാശ് മുടക്കിയിട്ട് കൂടുതൽ കാണിക്കുന്ന ഒരാളും മറ്റൊരു വലിയ ചെലവില്ലാതെ കാണിക്കുന്നു. റോഡിലൊക്കെ കിടന്ന് വെറുതെ കല്യാണം കിംബോയി കിടന്ന് കളിക്കുന്ന ഡാൻസ് സെയിം ആടുവോ? ഇതിനകത്ത് എന്തോ വ്യത്യാസം ഇരിക്കുന്നത്. 2 ദിവസമായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ആരാധകർ എടുത്തിട്ട് അങ്ങോട്ട് പൊലിപ്പിക്കുന്ന ഒരു ഡാൻസ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. മലയാളത്തിന്റെ ദ കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ് ലാലേട്ടൻ, അതിനകത്തൊരു സംശയമില്ല. കാരണം പുള്ളിയുടെ മേളിൽ ഒരാളും വരുന്നത് ഈ ഫാൻസുകാർക്കും പിന്നെ നമ്മുടെ അണ്ണനുണ്ടല്ലോ, ഏത് ആന്റണി പെരുമ്പാവൂരിയേട്ടൻ, ചേട്ടനൊന്നും ഇഷ്ടമല്ല. മലയാള സിനിമയിൽ എല്ലാ റെക്കോർഡുകളും അണ്ണൻ്റെ പേരിൽ തന്നെ ഇരിക്കണം. അണ്ണൻ കഴിഞ്ഞേ മലയാള സിനിമയിൽ വേറെ ആരും ഉള്ളൂ എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ ഫാൻസുകാരുടെ കരച്ചിലും രോദനവും കേൾക്കുമ്പം നമ്മളതങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തേക്കും. ഇവന്മാർക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചെകുത്താൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ചെകുത്താൻ്റെ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കരഞ്ഞു മെഴുകുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടിയാണ്. ഇനി ഇതിൻ്റെ കമൻറ്റുമായിട്ട് നിങ്ങൾ വരിക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. എന്താണേലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.